നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കോട്ടയം മണർകാട്ട് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ ദയാവധത്തിന് വിധേയമാക്കി. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ജലാശയങ്ങളിലേക്ക് മുട്ടയിടുന്നതിന് മത്സ്യങ്ങൾ എത്തിത്തുടങ്ങി. മേഖലയിൽ ഊത്തപിടുത്തം സജീവം. മത്സ്യങ്ങളെ പിടിക്കുന്നത് നിയമപരമായ നിരോധനം അവഗണിച്ചു. പാല ഹോമിയോ ആശുപത്രി ശോച്യാവസ്ഥയിൽ. പലയിടത്തും തറയിലെ ടൈലുകൾ ഇളകിക്കിടക്കുന്നു. അപകടം പതിവ്. വാർത്തകൾ വിശദമായി. മണർകാട് സർക്കാർ പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് H5N1 സ്ഥിരീകരിച്ചത്. കോഴി വളർത്തൽ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെയെല്ലാം കൊന്നൊടുക്കാൻ തീരുമാനമായി. മൃഗസംരക്ഷണ വകുപ്പിന്റെ മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു. 9,000 കോഴികളെയാണ് ഇവിടെ വളർത്തിയിരുന്നത്. കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് H5N1 സ്ഥിരീകരിച്ചത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവ് പക്ഷിപ്പനി ബാധിത മേഖലയായി പ്രഖ്യാപിച്ചു. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തുപക്ഷികളെയും മൃഗസംരക്ഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ അടിയന്തരമായി ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കും. ഇവിടെ അണുനശീകരണം നടത്താനുള്ള നടപടി സ്വീകരിക്കും. മൃഗസംരക്ഷണ വകുപ്പിന്റെ ദ്രുതകർമ്മ സംഘമാണ് പക്ഷികളെ ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ 2021 നിർദ്ദേശങ്ങൾ പ്രകാരമാണ് സംസ്കരണ നടപടി. മണർകാട് പഞ്ചായത്തിലെ 12, 13, 14 വാർഡുകളിലെയും പുതുപ്പള്ളി പഞ്ചായത്തിലെ 2, 3 വാർഡുകളിലെയും കോഴി, താറാവ്, കാട, മറ്റു വളർത്തുപക്ഷികൾ എന്നിവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും കടത്തലും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായി നിരോധിച്ചു. 1 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയുള്ള ചുറ്റളവ് നിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരീക്ഷണ മേഖലയിൽ ഉൾപ്പെടുന്ന മണർകാട് പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലും കോട്ടയം, ഏറ്റുമാനൂർ നഗരസഭകളിലും വിജയപുരം, തിരുവാർപ്പ, ഐമനം, ആർപ്പുക്കര, അതിരമ്പുഴ, അയർക്കുന്നം, കിടങ്ങൂർ, അകലക്കുന്നം, പള്ളിക്കത്തോട്, പാമ്പാടി, മീനടം, കറുകച്ചാൽ, വാകത്താനം, പനച്ചിക്കാട്, കൂരോപ്പട ഗ്രാമപഞ്ചായത്തുകളിലും വ്യാഴാഴ്ച മുതൽ മെയ് 29 വരെ 7 ദിവസത്തേക്ക് കോഴി, താറാവ്, കാട, മറ്റു വളർത്തുപക്ഷികൾ എന്നിവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയും കടത്തലും നിരോധിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണർകാട് പഞ്ചായത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നു. കോഴി വളർത്തൽ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ മണർകാട്, പുതുപ്പള്ളി പഞ്ചായത്തുകളിലെ എല്ലാ വളർത്തുപക്ഷികളെയും ദയാവധത്തിന് വിധേയമാക്കി. പക്ഷിപ്പനിയെ തുടർന്ന് മണർകാട് പഞ്ചായത്തിൽ അവലോകന യോഗം കൂടി. മണർകാട് കോഴി വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തത്. കോഴി വളർത്തൽ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മണർകാട്, പുതുപ്പള്ളി പഞ്ചായത്തിലെ വാർഡുകളിലെ പക്ഷിമൃഗാദികളെ ദയാവധം ചെയ്യുവാൻ തീരുമാനിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു KC പറഞ്ഞു. അവലോകന യോഗത്തിന്റെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാളെ മുതൽ പക്ഷികളെ കൊന്നൊടുക്കുന്ന ജോലി തുടങ്ങും. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് 1000-ഓളം വീടുകളിലാണ് സെൻസ് എടുക്കുന്നത്. പക്ഷികളുടെ എണ്ണം അവരെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നാളെ കൊണ്ട് അത് പൂർത്തീകരിച്ച് അതിനുശേഷം ദയാവധം തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ തീരുമാനിച്ചത്. അത് മറ്റ് വേണ്ട സഹായങ്ങൾ മറ്റേ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്കും അതുപോലെ തന്നെ ജില്ലാ ആവശ്യപ്പെട്ട എല്ലാ സഹായങ്ങളും പഞ്ചായത്തിന് ചെയ്തു കൊടുക്കണം. പഞ്ചായത്ത് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തു കൊടുക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കർഷകർക്കുള്ള നഷ്ടപരിഹാരം അത് ഗവൺമെൻറ് തലത്തിലാണ് എടുക്കേണ്ടത്. ആ കാര്യത്തിനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വാർഡുകൾ കേന്ദ്രീകരിച്ച് പക്ഷിമൃഗാദികളുടെ ഡാറ്റ കളക്ഷൻ നടന്നു. വെള്ളിയാഴ്ച വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വാർഡുകളിലെ പക്ഷി, കോഴി എന്നിവയുടെ ദയാവധം നടത്തി. ന്യൂസ് ബ്യൂറോ, മണർകാട്. ഊത്തപിടുത്തം നിയമപരമായി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ഊത്തപിടുത്തം സജീവമായി. പുതുവെള്ളം എത്തിയതോടെ ശുദ്ധജല മത്സ്യങ്ങളായ കാരി, വരാൽ, പള്ളത്തി, മുഷി, മനഞ്ഞിൽ തുടങ്ങിയ മത്സ്യങ്ങൾ കൂട്ടത്തോടെ മുട്ടയിടുന്നതിന് ചെറു ജലാശയങ്ങളിലേക്ക് എത്തിത്തുടങ്ങുമ്പോഴാണ് ഊത്തപിടുത്തം സജീവമാകുന്നത്. പുതുവെള്ളം എത്തിയതോടെ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ജലാശയങ്ങളിൽ ഊത്തപിടുത്തം സജീവമായി. മത്സ്യങ്ങളുടെ പ്രജനന കാലമാകുന്നതോടെ ഇവ കൂട്ടത്തോടെ ചെറുതോടുകൾ, വയലുകൾ, മറ്റു ജലാശയങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കയറി വരുന്നതിനെയാണ് ഊത്ത എന്ന് പറയുന്നത്. ഈ സമയത്ത് മത്സ്യങ്ങളെ പിടിക്കുന്നത് ഇവയുടെ വംശനാശത്തിന് കാരണമാകുന്നതിനാലാണ് ഊത്തപിടുത്തം നിയമപരമായി നിരോധിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഊത്ത പിടിച്ചിരുന്നെങ്കിലും ഇപ്പോഴത് ചെറിയ തോതിലേക്കായിട്ടുണ്ട്.
വീട്ടാവശ്യങ്ങൾക്കും മറ്റുമാണ് പ്രധാനമായും ഇപ്പോൾ മത്സ്യങ്ങളെ പിടിക്കുന്നത്. ശുദ്ധജല മത്സ്യങ്ങളായ പരൽ, പള്ളത്തി, കൂരി, കുറുവ, മുഷി, പുല്ലൻ, മഞ്ഞക്കൂരി, കോലൻ തുടങ്ങിയ 210-ൽ പരം ശുദ്ധജല മത്സ്യങ്ങളാണ് കേരളത്തിലെ ജലാശയങ്ങളിലുള്ളത്. ഊത്ത പിടിക്കുമ്പോൾ വലയിൽ കുടുങ്ങുന്ന ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങളെ എടുത്തിട്ട് മറ്റുള്ളവയെ ഉപേക്ഷിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ആളുകൾ ഊത്തപിടുത്തം ആഘോഷമാക്കുകയാണ്. ചെറുപ്പക്കാരും വൃദ്ധന്മാരുമെല്ലാം തങ്ങളുടെ ആവശ്യത്തിന് ഊത്ത പിടിക്കുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ തറയിലെ ടൈലുകൾ ഇളകിക്കിടക്കുന്നത് അപകട ഭീഷണിയാകുന്നു. 2ാം നിലയിൽ ലാബിന്റെ മുൻഭാഗത്തെ ടൈലുകളാണ് ഇളകി മാറി കിടക്കുന്നത്. ടൈലുകളിൽ തട്ടി നിരവധി പേർക്ക് അപകടം പറ്റുന്നുണ്ട്. സർക്കാർ ഹോമിയോ ആശുപത്രിയിലെ ടൈലുകൾ പൊട്ടിത്തകർന്നു കിടക്കുന്നത് മൂലം രോഗികളുടെയും ജീവനക്കാരുടെയും കാലുകൾ തട്ടി പരിക്കേൽക്കുകയാണ്. 2ാം നിലയിൽ ലാബിന്റെ മുൻവശത്തെയുള്ള ടൈലുകളാണ് തകർന്നു കിടക്കുന്നത്. ആശുപത്രി അകത്തു ഭിത്തികളുടെ പല ഭാഗങ്ങളും സിമന്റ് വാളുകൾ അടർന്നു വീഴുകയാണ്. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഇരിക്കുവാനുള്ള കസേരകൾ പലതും തുരുമ്പ് പിടിച്ചു നശിക്കുന്ന അവസ്ഥയിലാണ്. ഈ കസേരകളിൽ ഇരിക്കുന്ന രോഗികളുടെ ദേഹത്തും വസ്ത്രങ്ങളിലും തുരുമ്പുകറ പിടിക്കുകയാണ്. ആശുപത്രിയിലെ എല്ലാ സംവിധാനങ്ങളും കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെ പാതയിലാണ്. കമ്പ്യൂട്ടറൈസേഷൻ നടത്തും മുമ്പായി ആശുപത്രിയുടെ ശോചനാവസ്ഥ മാറ്റിയെടുക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന് പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലാ. ഹിന്ദു ഐക്യവേദിയുടെയും വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വൈക്കം സത്യാഗ്രഹവും കേരള നവോത്ഥാനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കോട്ടയം ദർശന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രജ്ഞാപ്രവാഹ് അഖില ഭാരതീയ സംയോജകൻ ജെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായി. ചീഫ് എഡിറ്റർ ഓർഗനൈസർ പ്രഫുൽ പ്രദീപ് കേത്കർ ദേശീയ നവോത്ഥാനവും വൈക്കം സത്യാഗ്രഹവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. R. സഞ്ജയൻ, MV ഉണ്ണികൃഷ്ണൻ, RV ബാബു, N. ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാലാ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നാടകീയ സംഭവങ്ങൾ. ബിനു പുളിക്കക്കണ്ടം പങ്കെടുക്കാൻ എത്തിയതിനെ തുടർന്ന് കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. പാലാ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നാടകീയ സംഭവങ്ങൾ. ബിനു പുളിക്കക്കണ്ടം പങ്കെടുത്തതിനെ തുടർന്ന് കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. അംഗങ്ങൾ ബിനുവിന്റെ സാന്നിധ്യം ചോദ്യം ചെയ്തതോടെ യോഗം പിരിച്ചുവിടുന്നതായി ചെയർമാൻ അറിയിക്കുകയായിരുന്നു. കേസിൽ പ്രതിയായ ആൾ കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുവെന്ന് പറഞ്ഞാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചത്. FIR-ൽ പേര് ഉൾപ്പെട്ടയാൾ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഔചിത്യമല്ലെന്ന് പരാതിക്കാരൻ കൂടിയായ ജോസ് ചീരാങ്കുഴിയാണ് ചൂണ്ടിക്കാട്ടിയത്. തുടർന്ന് LDF-ലെ 15 കൌൺസിലർമാർ പുറത്തു പോകുകയായിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണം അടക്കമുള്ള വിഷയങ്ങളും അജണ്ടയിലുണ്ടായിരുന്നു. ബിനുവിനെ അനുകൂലിക്കുന്ന 2 വനിതാ കൌൺസിലർമാരും UDF കൌൺസിലർമാരും ഹാളിൽ തുടർന്നു. 2ാമത്തെ കൌൺസിലിലും സമാന സംഭവമുണ്ടായി. യോഗം തുടങ്ങിയപ്പോൾ എഴുന്നേറ്റ ബിനു പുളിക്കക്കണ്ടം ചെയർമാനെതിരെയും കേസുള്ള കാര്യം ചൂണ്ടിക്കാട്ടി. നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസറെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഷാജു തുരത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ ജില്ലാ കോടതിയിൽ നിന്നും ഈ കേസിൽ താൻ ജാമ്യമെടുത്തതായി ഷാജു തുരത്തൻ വ്യക്തമാക്കി. അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ട കൌൺസിൽ യോഗം ബഹിഷ്കരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ഇന്ന് കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തപ്പോൾ വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ, നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ളതായിരുന്നു. അത് ചെയ്തിട്ടില്ല. ഓഡിറ്റ് സംബന്ധമായ വിഷയങ്ങൾ, അങ്ങനെ അടിയന്തര പ്രാധാന്യമായ നിരവധി വിഷയങ്ങളുള്ളപ്പോൾ തികച്ചും നിയമവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ആരെ തൃപ്തിപ്പെടുത്താനാണോ ചില ആരോപണങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്, അതിൻ്റെ സാധൂകരണം, രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന സാധൂകരണമാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ നടന്നത്. കേസ് രാഷ്ട്രീയ പ്രേരിതമല്ല എന്നാണ് പരാതിക്കാരൻ പറയുന്നതെങ്കിലും നടക്കുന്ന സംഭവങ്ങൾ മറിച്ചാണ് സംഭവിക്കുന്നതെന്ന് ബിനു പറഞ്ഞു. സരിത കേസിൽ ആരോപണ വിധേയയായ ആൾ പാർലമെന്റിൽ ഇരിക്കുന്നുണ്ടെന്നും ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലാ. പെൻഷനും ആനുകൂല്യങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് കോട്ടയം ജില്ലാ നിർമ്മാണ തൊഴിലാളി സംഘം BMS-ന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് കൂട്ടധർണ സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു. പെൻഷനും കുടിശ്ശികകളും അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ട് കോട്ടയം ജില്ലാ നിർമ്മാണ തൊഴിലാളി സംഘം BMS-ന്റെ നേതൃത്വത്തിൽ കോട്ടയത്തെ കളക്ടറേറ്റ് മുമ്പിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. കഴിഞ്ഞ ഒരു വർഷമായി തൊഴിലാളികളുടെ പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിയിരിക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു. BMS ദേശീയ സമിതി അംഗം KK വിജയകുമാർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണ തൊഴിലാളി സംഘം BMS ജില്ലാ പ്രസിഡന്റ് MP കൊച്ചുമോൻ അധ്യക്ഷത വഹിച്ചു.
നിർമ്മാണ ജില്ലാ ജനറൽ സെക്രട്ടറി KR രതീഷ് മുക്കൂട്ടുതറ, വിനയകുമാർ, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി രതീഷ് ചന്ദ്രൻ, യൂണിയൻ ഭാരവാഹികളായ PS സോമൻ, സോമൻ കറുകച്ചാൽ, സുരേഷ് ചങ്ങനാശ്ശേരി, സൂരജ് V നാരായണൻ, ജിനു വാഴൂർ, സജികുമാർ വാഴൂർ തുടങ്ങിയവർ സംസാരിച്ചു. തോടി ചിത്ത തൊഴിലാളി ക്ഷേമനിധിയുണ്ട്, മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയുണ്ട്, അങ്ങനെ ഒരുപാട് അവരുപോലെ നിരവധി ക്ഷേമനിധിയുണ്ട്. ഈ ക്ഷേമനിധികളിൽ ഒന്നും നിന്നും പെൻഷൻ ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി പറയാം, സർക്കാർ ക്ഷേമനിധിയെ സംബന്ധിച്ച് അനർഹർ ക്ഷേമനിധിയിൽ അംഗങ്ങളാകുന്നു, അനർഹരായ ആളുകൾ ക്ഷേമനിധിയിൽ ആനുകൂല്യം വാങ്ങുന്നു, പെൻഷൻ വാങ്ങുന്നു, 2 പെൻഷൻ വാങ്ങുന്നു, അഥവാ ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നു. അത് ഒക്കെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ വലിയ കണക്കെടുപ്പ് നടത്തിയിരുന്നു. അപ്പോൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് BMS ഈ പ്രശ്നം സർക്കാരിൻ്റെ മുമ്പിൽ ഉന്നയിച്ചു. സർക്കാരിൻ്റെ നിലപാടുകൾ ശരിയല്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്: IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തേക്കുള്ള 2ാം വർഷ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ലാറ്ററൽ എൻട്രി സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. +2 സയൻസിൽ 50% മാർക്കോടെ വിജയിച്ചവർക്കും ITI വിജയിച്ചവർക്കും അപേക്ഷിക്കാം. ഫോൺ 7907961713. മുരിക്കുമയ്യാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ വിഷയങ്ങളിൽ +1 പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷകൾ 25 വരെ സ്വീകരിക്കും. VHSE വെബ്സൈറ്റ് വഴിയോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കാം. വിവരങ്ങൾക്ക് ഫോൺ 9497 0500315. ചിറക്കടവ് സെന്റ് എഫ്രോംസ് പള്ളിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് 26-ന് നടക്കും. രാവിലെ 8 മുതൽ നടക്കുന്ന ക്യാമ്പിൽ വെരിക്കോസ്, അപ്പൻഡിക്സ്, ഹൃദയ ശരീരത്തിലെ മുഴകൾ, തൈറോയിഡ് തുടങ്ങിയ ചികിത്സ ലഭിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം മണർകാട്ട് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ ദയാവധത്തിന് വിധേയമാക്കി. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ജലാശയങ്ങളിലേക്ക് മുട്ടയിടുന്നതിന് മത്സ്യങ്ങൾ എത്തിത്തുടങ്ങി. മേഖലയിൽ ഊത്തപിടുത്തം സജീവം. മത്സ്യങ്ങളെ പിടിക്കുന്നത് നിയമപരമായ നിരോധനം അവഗണിച്ചു. പാല ഹോമിയോ ആശുപത്രി ശോച്യാവസ്ഥയിൽ. പലയിടത്തും തറയിലെ ടൈലുകൾ ഇളകിക്കിടക്കുന്നു. അപകടം പതിവ്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.